ചോറ് വയ്ക്കുന്നതൊക്കെ വെള്ളത്തിൽ തന്നെ എടുത്തിട്ടാ പെട്ടെന്ന് വേവും. നമുക്ക് പറയാൻ നാണം തന്നെ. മറ്റേ കറണ്ട് ബില്ല് കുറച്ച് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പേ അപ്ലൈ ചെയ്തെങ്കിൽ അപ്രൂവ് ആയതായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളിതാ വീണ്ടും വന്നേക്കാണ്. അല്ല മിടു, അല്ല സ്റ്റീവേ, അപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, യാത്ര ചെയ്തിട്ട്. അതെ, അപ്പൊ എന്തായാലും ഇന്ന് ഒന്ന് മിടുവിന്റെ വീട്ടിൽ പോകണം, പിന്നെ എനിക്ക് കൃഷിഭവനിൽ പോകണം, അങ്ങനത്തെ കുറച്ച് യാത്രകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. അപ്പൊ ആദ്യം വണ്ടി കുറച്ച് ദിവസം എടുത്തിട്ടില്ല, ആകെ പൊട്ടി പിടിച്ച് എന്തോ പോലെ ആയിട്ട് കിടക്കണം. അപ്പൊ വണ്ടീനെ ആദ്യം തന്നെ ഒന്ന് കഴുകണം, അതാണ് ഫസ്റ്റത്തെ ടാസ്ക്. പെട്രോൾ അടിക്കണ്ടേ? അറിയില്ല. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ അടിക്കാം അല്ലെ? ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ പരിപാടി വണ്ടി കഴുകലാണ്. അപ്പൊ ആദ്യം മിടുവിന്റെ വീട്ടിലേക്ക്. കുഴപ്പമില്ല. ഫ്യൂവൽ ലെവൽ 0 കിലോമീറ്റർ. അപ്പൊ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാടത്തത് കൊയ്ത്തൊക്കെ കഴിയാറായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് കൊയ്തിട്ടില്ല, അപ്പുറത്തേക്ക് കൊയ്യുണ്ട്. ഇവിടേക്ക് ഞങ്ങളുടെ റോഡ് മൊത്തം ഇവിടെ ഫുൾ ഇഷ്ടിക വിരിച്ചു. മുകളിലേക്ക് ഇപ്പൊ കയറി നോക്കാൻ പറ്റില്ല. നോർമൽ നമ്മുടെ കുണ്ടും കുഴിയൊക്കെ കൂടുതലായിട്ടുണ്ടാണ് വഴികളിലൊക്കെ ഇഷ്ടിക വിരിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത്രയും സ്ഥലം വിരിച്ചു. അതിനുശേഷമുള്ള റോഡ് പഴയ പോലെ പിന്നെ അത്ര ഏരിയ വിരിക്കണ്ടേ? പക്ഷെ റോഡിന്റെ സൈഡൊക്കെ ഇപ്പൊ ഭയങ്കര കുഴിയൊക്കെ. ആ സൈഡിൽ നിന്ന് വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതുണ്ടോ കുഴിച്ചു വെച്ചക്കടി തോട് പോലെ കാണുന്നുണ്ടാക്കാൻ എന്തുകൊണ്ട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല നടത്തും. പക്ഷെ അവിടെ ഒരു റിബൺ വലിച്ചു കേട്ടെ, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. റോഡ് കട്ട് ചെയ്തിട്ടാണ് കാണാൻ പറ്റുന്നില്ല. രാത്രിയൊക്കെ വണ്ടികൾ വന്നിട്ട് അറിയാത്ത പോലെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സഡൻലി കുഴിക്കും. ആദ്യം പെട്രോൾ അല്ലേ? ആദ്യം പെട്രോൾ അടിക്കാൻ പോണം, കാരണം ഒട്ടും പെട്രോൾ ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വറ്റി വരണ്ട് പോണത്. അപ്പൊ ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അണ്ണല്ലൂരുള്ള പുതിയ പമ്പിലേക്ക് വന്നേക്കാണ്. ഞാൻ ഇതുവരെ അടിക്ക് വന്നിട്ടില്ല കേട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡീസലിന്റെ വില പറയുന്നത് 96 രൂപ 82 പൈസ ഉണ്ടോ. അപ്പൊ നമ്മുടെ പെട്രോൾ ഇങ്ങനെ, പെട്രോൾ അല്ല ഡീസൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫുള്ളായി നമുക്ക് പോവാം. ഇച്ചിരി നിറയ്ക്കുന്നുണ്ട്. അല്ല, ആളെങ്ങനെ എടുക്കണ പോലെ തോന്നി. 46, 47, 47 ആയിട്ടില്ല. 47 ആയില്ല. 47. ഓക്കെ, 47 ലിറ്റർ. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ മിടുവിന്റെ വീട്ടിലെത്തി. ഞങ്ങളുടെ അണ്ണല്ലൂരുള്ള പുതിയ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചപ്പോ 2 കുപ്പി വെള്ളം കിട്ടിട്ടോ. 2 ലിറ്റർ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടി. 2 തന്നു ബ്ലൂ ഫിൻ. ഇപ്പൊ 2 കുപ്പി വെള്ളം കിട്ടി. ആക്ച്വലി ഡീസൽ അടിച്ച് ഇറങ്ങിയപ്പോ ടയറിൽ എയർ അടിക്കുന്ന കാര്യം മാത്രം വിട്ടുപോയി. ഫ്രണ്ടിൽ ഇച്ചിരി എയർ കുറവുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഓർത്തൊക്കെ ഇറങ്ങിയതായിരുന്നു, പക്ഷെ അവിടെ എത്തിയപ്പോ അത് മറന്നുപോയി. അപ്പൊ ഇനി വണ്ടീനെ കഴുകണം. ഇവിടെ കൊണ്ടുവന്നാലാണ് എനിക്ക് കഴുകാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ വീട്ടിലേക്ക് ഈ വണ്ടി കയറാത്ത കാരണം കഴുകൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കണം. ഇതുമ്പോൾ വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകും, അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ട് കഴുകാറ്. വണ്ടിയുടെ കളർ കണ്ടോ? വഴി കൂടെ വണ്ടികൾ നമ്മളെ പൊടി അടിച്ച് കയറിയിട്ട് നല്ല ചോപ്പൻ കളറായിട്ട് കിടക്കണം. ചോപ്പൻ വണ്ടിയുടെ കൂടെ ചുവന്ന മണ്ണും കൂടിയായിട്ട് ഇപ്പൊ ഞാൻ തേച്ച് കുളിപ്പിച്ച് സുന്ദര കുട്ടനാക്കി മാറ്റും. സെറാമിക് കോട്ടിങ് ചെയ്തതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം നിൽക്കണില്ല, എല്ലാം ഒഴുകി പോകുന്നുണ്ട്. അത് ഫ്രണ്ടിലത്തെ ഗ്ലാസ്സുമേ ആയാലും വെള്ളം ഇങ്ങനെ ഒഴുകിയാണ്ട് പോയിക്കോളും. ഇങ്ങനെ മുത്തുമണികൾ പോലെ വെള്ളം നിൽക്കുള്ളൂ. ഇത്രയൊക്കെ തുടയ്ക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? വെയിലത്തുണങ്ങി പൊക്കോളില്ലേ? എന്താ അല്ലെങ്കിൽ സ്റ്റിക്കർ അടിക്കണ്ടേ? പക്ഷേ ആ സെറാമിക് കോട്ടിങ് ചെയ്തതിനു ശേഷം നല്ല സുഖമുണ്ടല്ലോ വെള്ളത്തുള്ളി പെട്ടെന്ന് ആ ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇതുപോലെ നിക്കണോണ്ട്
നമുക്ക് ഈസി ആയിട്ട് തുടച്ച് കളയാനും പറ്റുന്നുണ്ട്. ഇങ്ങനെ വൈകി വെള്ളം ഇങ്ങനെ വരും. അടിപൊളി. വെള്ളം ഒഴിക്കുമ്പോ ഇങ്ങനെ തുള്ളിയായിട്ട് വീണ് കാണാനാണ് ഭംഗി. ഞാൻ കാണിച്ചു നേരത്തെ. കാണിച്ചായിരുന്നോ? അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടീനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. സൂപ്പറായില്ലേ? ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ മിടുവിന്റെ വീട്ടിൽ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വണ്ടിയൊക്കെ കഴുകി ഇവിടുന്ന് പോവാൻ പോവാണ്. പോവാ അമ്മേ. സ്റ്റീവ് എന്നില്ല പറയണ. ഡാഡിയുടെ മമ്മിയുടെ കാര്യം പലരും പല വീഡിയോയും ചോദിക്കണുണ്ടായിരുന്നു. ഇപ്പൊ മൊയിൽ വളർത്തലൊന്നും ഇല്ല. ഇതിന്റെ മുകളിലൊക്കെ നിറയെ മുയലായിരുന്നു കേട്ടോ. ഈ അറ്റം തുടങ്ങി അറ്റം വരെ ഫുൾ മൊയിൽ ഷെഡുകളായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ഇക്കോണമിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഡിക്കും മമ്മിക്കും നടക്കാനായിട്ട് മുകളിലേക്ക് കയറാനൊന്നും വയ്യ. സ്റ്റെപ്പ് കയറി മുകളിൽ ഇന്ന് വിറ്റങ്ങളാണെങ്കിൽ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുക. കുറേ കുഞ്ഞുങ്ങളും കുറേ തള്ളമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവർക്ക് മുകളിലേക്ക് കയറാനായിട്ട് വയ്യ. ഒന്ന് പുല്ലരിഞ്ഞ് കൊടുക്കണം. പുല്ലരിയാൻ പോകാനായിട്ട് രണ്ടുപേർക്കും വയ്യ. ആദ്യം 10 കുഞ്ഞ് 20 കുഞ്ഞാണ് ഉണ്ടായുള്ളൂ. അത് വലുതായാണ് 10-400 കുഞ്ഞൊക്കെ ആയി. അപ്പൊ ഇവർക്ക് അറിയില്ല. അമ്മ തണ്ണിമത്തൻ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു തണുത്ത് അതിന്റെ നോക്കും. അപ്പൊ അങ്ങനെ പറ്റാണ്ടായി അങ്ങനെ പതുക്കനെ കൊടുത്തു തീർത്ത് സംഭവം അവസാനിപ്പിച്ചതാണ്. പോവാ. അപ്പൊ ടാറ്റ ബൈ ബൈ. അമ്മയുടെ വാട്ടർ ഹീറ്റർ വെച്ച് എന്റെ റിവ്യൂ പറയായിരുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറ. ഒരു മിനിറ്റ് കൊണ്ട് 4 ഗ്ലാസ് വെള്ളം തിളക്കി. 1 മിനിറ്റ് കൊണ്ട് 4 ഗ്ലാസ് വെള്ളം തിളക്കി. ഏത് ഹീറ്റുണ്ടായി പറയണമ്മ? പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ചായ വെക്കാൻ പോകുമ്പോ പെട്ടെന്ന് അറിയുന്നു. ഓക്കെ. ഞാനും വെച്ച് 4 ഗ്ലാസ് വെള്ളത്തിന്റെ വാട്ടർ ഹീറ്ററോ? ചോറ് വെക്കുന്നതൊക്കെ ആ വെള്ളത്തിൽ തന്നെ എടുത്തിട്ടാ പെട്ടെന്ന് വേവും. അമ്മക്ക് പറയാൻ നാണം തന്നെ. അതായത് അമ്മ പറയുന്നത് വാട്ടർ ഹീറ്ററിലെ വെള്ളം എടുക്കുമ്പോ 15 മിനിറ്റ് കൊണ്ട് വെള്ളം മീൻസ് വാട്ടർ ഹീറ്ററിലെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചോറൊക്കെ വേവും. ചായ വെക്കാൻ 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ഒന്നും വേണ്ട, അത്രയും വേണ്ട. അടിപൊളിയാന്ന് പറയണ. അപ്പൊ ഞങ്ങള് പോട്ടെ. അപ്പൊ സോളാർ വാട്ടർ ഹീറ്റർ ഒക്കെ വെക്കണ അവര് വെച്ചതിന്റെ ഒക്കെ വീഡിയോ ഞാൻ നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പൊ കാണാത്തവരാണെങ്കിൽ കണ്ടുപോയിക്കാ ഏതെന്നൊക്കെ അറിയാൻ പറ്റും. ബ്രാൻഡ് ഏതാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് നേരെ കൃഷിഭവനിലേക്ക് പോകണ്ട. കൃഷിഭവനിൽ പോയിട്ട് നമുക്ക് മറ്റേ കറണ്ട് ബില്ല് കുറച്ച് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ കാർഷിക കണക്ഷൻ എടുക്കണേ. അപ്പൊ അതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പേ അപ്ലൈ ചെയ്തെങ്കിൽ അപ്രൂവ് ആയതായിരുന്നു. പക്ഷെ കണക്ഷൻ എടുക്കാനായിട്ട് എനിക്ക് പോകാൻ വന്ന സമയത്ത് നേരം കിട്ടിയിരുന്നില്ല. അമ്മയ്ക്ക് വയ്യാണ്ടാവുകയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ അതിപ്പോ 8 മാസം കൊണ്ട് കഴിഞ്ഞു. 8 മാസമല്ല, 1 വർഷം ആയി തോന്നുന്നു. അപ്പൊ ഇനി വീണ്ടും അത് റീഅപ്ലൈ ചെയ്യണം, എന്നാലാണ് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അനുവദിച്ചു തരുള്ളൂ. അപ്പൊ അതിന് വേണ്ടി വീണ്ടും കാർഷിക കണക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട് വീണ്ടും പോവാണ് കൃഷിഭവനിലേക്ക്, ഞങ്ങളുടെ വടമ കൃഷിഭവനിലേക്ക്. അപ്പൊ അങ്ങനെ കൃഷിഭവനിൽ വീണ്ടും അപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അപ്പൊ അവര് വീട്ടിൽ വന്ന് ഇനി നോക്കും, മോട്ടറും നമ്മുടെ പറമ്പൊക്കെ നോക്കും, എന്നിട്ടാണ് നമുക്ക് കണക്ഷൻ അപ്രൂവ് ചെയ്ത് തരുള്ളൂ. അപ്പൊ അവിടെ അപ്ലിക്കേഷൻ കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല ചോന്ന മുളക് ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ഇത് കാണാണ്ട് പൊട്ടിക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ നിൽക്കാറില്ല. ഇത് ചോന്ന് വരുമ്പോഴേക്കും ഒക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പാടത്തെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ പാടം കാലിയായി. ഇനി അവിടുന്ന് കുറച്ച് കറ്റയല്ല കുറച്ച് വൈക്കോല് കൊണ്ടുപോകാനുണ്ട്. ബാക്കി എല്ലാം തീർന്നു കേട്ടോ. വേണമെങ്കിൽ സൈക്കിളൊക്കെ ചേട്ടാൻ പറ്റിയ ഭാഗത്തിലാണ് കിടക്കണം, വെള്ളമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് കൊയ്യും അതുപോലെ വൈക്കോല് ചുറ്റിയൊക്കെ ചെയ്യുന്നത്, കൊയ്യണ മെഷീൻ വന്ന് കൊയ്യുന്നതും വൈക്കോല് നമ്മുടെ ട്രാക്ടറിൻ്റെ പിന്നിൽ മെഷീൻ പിടിപ്പിച്ച് വൈക്കോല് ചുറ്റുന്നതും അതൊക്കെ ഞാൻ അന്ന് ആ ദിവസങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം, എന്നാലും കാണാത്ത നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി അതൊന്ന് കണ്ടിട്ട് പോയോ. കൊയ്ത്ത് കിടന്നുകൊണ്ടിരിക്കുക, കൊയ്ത്ത് ഇത്ര നേരം വേറൊരു വണ്ടി കൊയ്യുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി പോയി നെല്ല് കൊണ്ടിടാനായിട്ട്. അപ്പോൾ അടുത്ത വണ്ടി വന്നേക്കാം.
അപ്പോൾ മെഷീനുകൾ ഇങ്ങനെ മാറി മാറി കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മെഷീനാണ് ഞങ്ങളുടെ പാടത്തുണ്ടായിരുന്നത്. ഒരു പച്ച കളറിലുള്ളതും പിന്നെ ഒരു വൈറ്റും റെഡായിട്ട് വേറൊരു മെഷീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തന്നെ അതേ അങ്ങോട്ട് പോയി. അതായത് ഇതിൻ്റെ ഉള്ളിൽ നെല്ല് ഫില്ലായി കഴിയുമ്പോൾ അവരിത് അൺലോഡ് ചെയ്യാനായിട്ട് ദൂരെ ഒരു സ്ഥലത്താണ് ഈ നെല്ലൊക്കെ ചാക്കിലേക്കൊക്കെ അവർ അൺലോഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടേക്ക് അങ്ങനെ പോവും. അപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ അടുത്ത മെഷീൻ ഈ കൊയ്ത്ത് മെഷീൻ ഇങ്ങോട്ട് വരും. അങ്ങനെ മാറി മാറിയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ ഒരു ചതുരത്തിലൊരു പെട്ടി കാണുന്നുണ്ടല്ലോ സെൻറ്ററിൽ, ഒരു കുഴലൊക്കെ പുറത്തേക്ക് നീണ്ട്, ഈ ഒരു കുഴൽ പുറത്തേക്ക് നീണ്ട് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ ഉള്ളിലാണ് ഈ നെല്ല് ഫില്ലാവണം. അപ്പോൾ അത് ഫില്ലായി കഴിയുമ്പോഴേക്കും മറ്റേ വണ്ടി ഇവിടെ എത്തും. അപ്പോൾ ഈ വണ്ടി പോവും. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൊക്കുകളൊക്കെ അതേ അടുത്ത് ഇങ്ങനെ വന്ന് പ്രാണികളൊക്കെ പിടിച്ച് തന്നാൽ വന്നിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പൊടിയുണ്ട്, മൂക്കും പുതി നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ അടിച്ച് കയറി വരാൻ പൊടി, കാറ്റ് വീശുന്നത് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മറ്റേ ചുവന്ന കളറിലുള്ള വണ്ടിയൊന്നും എനിക്ക് ഈ വണ്ടിയാണ് ഇഷ്ടം. ഈ മെഷീൻ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് മെഷീനാണ് ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കൊയ്ത്ത് ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ പാടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ ആൾക്കാരായിരുന്നു കൊയ്തിരുന്നത്. ഞങ്ങളുടെ പാടത്ത് ഒരു കൊയ്ത്ത് ഉത്സവം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മാറി ഇതേ മെഷീൻ വന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ഓരോ ഏരിയയാണ് തീർത്തു പോണത്. എന്നാൽ ആധുനികമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടും അങ്ങനെ തന്നെ. അപ്പോൾ എന്തൊക്കെയായാലും അങ്ങനെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വൈക്കോല് നെല്ല് മെഷീൻ്റെ ഉള്ളിലേക്കും പോവും. അതുപോലെ ഇത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വൈക്കോല് അതിൻ്റെ പിന്നിൽ വന്ന് വീഴുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. മെഷീൻ്റെ ബാക്കിൽ ആ വൈക്കോല് ഇങ്ങനെ നിരത്തി ഇട്ട് പോകുന്നത് കാണാൻ പറ്റും. ഈ വൈക്കോല് ഇങ്ങനെ നിരത്തിയിട്ട് പോണതിനെയാണ് ഇതിൻ്റെ പിന്നാലെ ട്രാക്ടർ വന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ ട്രാക്ടർ വന്ന് ആ വൈക്കോലിനെ എടുത്ത് റോളാക്കി ആ മെഷീൻ്റെ ബാക്കിൽ ട്രാക്ടറിൻ്റെ പിന്നിലൊരു ബോക്സ് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൈക്കോലിനെ എടുത്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ചുറ്റിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു ചാക്കുനൂല് പോലത്തെ ഒരു നൂലുണ്ട്. ആ നൂല് വെച്ച് അത് ചുറ്റി കെട്ടി ടൈറ്റ് ചെയ്ത് അതിനെ റോളാക്കി പുറത്തേക്ക് തള്ളിയിട്ടിട്ടാണ് അത് അടുത്ത ഏരിയയിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഓരോ റോളും നിശ്ചിത വില വെച്ച് അവർ ഇവിടുന്ന് തന്നെ കുറേ വണ്ടികളൊക്കെ കയറ്റി പോകണമാണ് ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ പോകണമെന്ന് തോന്നും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൊയ്ത്തൊക്കെ? അടിപൊളിയല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഇപ്പോൾ മെഷീൻ വെച്ച് തന്നെ ചെയ്യണേന്ന് തോന്നും. മുമ്പൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പസിനാണ് ഉഴുവ. ഞങ്ങൾക്ക് മൂരിയൊക്കെ ഉണ്ടായിരുന്നു, മൂരിയും പോത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പസിന് തന്നെ കലപ്പയൊക്കെ കെട്ടി ഉഴുവ. ഈ പാടമൊക്കെ അപ്പസ് ഉഴുവാറുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കണ്ട അപ്പസിന് തന്നെ ഉഴുവും. ഞാൻ അപ്പസിനൊക്കെ കൂടി ഞവർക്കും. അതിനുശേഷം വിത്തൊക്കെ ഇട്ട് അങ്ങനെ നെല്ലൊക്കെ നട്ട് വിതച്ച് അങ്ങനെയൊക്കെ വലുതായി കഴിയുമ്പോൾ അമ്മ കൊയ്യാനുണ്ടാവും. പിന്നെ വേറെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അന്ന് കൊയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടിയും കൊയ്ത് കഴിഞ്ഞ് ഞാനുള്ളപ്പോൾ ഞാൻ സി ചേച്ചി ലീ ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് കറ്റ ചുമക്കും. കറ്റ ചുമന്ന് വീടിൻ്റെ മുന്നിൽ കൊണ്ടിടും. അവിടെ സ്ഥലമൊക്കെ മെഴുകിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഇട്ടായിരിക്കും മെതിക്കുക. അമ്മയാണ് കൂടുതലും മെതിക്കുക. പിന്നെ ഞങ്ങളൊക്കെ മെതിക്കാൻ ചെല്ലും. പിന്നെ ചേച്ചിമാർ ഉണ്ടാവും. ഒട്ടുമിക്ക നേരത്തും പണിക്ക് ആളുണ്ടാവും. അപ്പോൾ അവരെ കൂടി മെതിച്ച് കറ്റ മെതിച്ച് നെല്ലായി പുഴുങ്ങി അങ്ങനെ ആ നെല്ലൊക്കെ കുത്തിച്ചാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതൊന്നുമില്ല, എങ്കിലും പറഞ്ഞോന്നുള്ളൂ. അതിൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞു പോയതാ. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ അങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴമ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പം ഇനി ഇതൊക്കെ നനച്ച് കഴിയുമ്പോഴേക്കും ഇരുട്ടാവും. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ കാണാം. ബൈ ബൈ.